ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്കൊരു മന്തിയുടെ റെസിപ്പി ഉണ്ടല്ലോ. അതിനായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്ത ചിക്കനാണ് നമുക്ക് ആവശ്യമായത്. ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മാഗി ക്യൂബിന്റെ പീസ് കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മതി. മാഗി ക്യൂബിൽ നല്ല ഉപ്പുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. റെഡ് ഫുഡ് കളറ്, ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെജിറ്റബിൾസ് ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, ഗോൾഡൻ ബസ്മതി റൈസ് 1 കപ്പ് എടുത്തിട്ട് കഴുകി ക്ലീൻ ആക്കി എടുക്കണം. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഞാനിപ്പോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാഗ്നേറ്റ് ചെയ്തെടുത്ത ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വെക്കാം. അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പിന്നെ കറുവപ്പട്ട, ഏലക്ക, കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ആ അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ. ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീര് എത്തിച്ചു കൊടുക്കാം. ഇവിടെ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല പൊട്ടി പൊരിഞ്ഞിട്ടാണ്. 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അരി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. ഇത് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കോരി മാറ്റാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമ്മുടെ ഈ ചിക്കൻ പൊരിച്ചെടുത്ത ഓയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി. നല്ല വെട്ടിത്തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. വഴറ്റി വെച്ച വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിനതാ ഇതിലേക്ക് ഊറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. പരത്തി ഒരേ ലെവൽക്കാക്കി കൊടുക്കാം. നമ്മുടെ റെഡ് ഫുഡ് കളറ് വേണം. കുറച്ച് മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയെടുത്തതാട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നിരത്തി വെച്ച് കൊടുക്കാം. ആഹാ, ഇനി നമ്മൾ ഇതിൻ്റെ നടുവിൽ ഒരു കുഴി ഉണ്ടാക്കി കൊടുത്ത് അതിൽക്കൊരു പാത്രം വെച്ച് ഒരു കണൽക്കട്ട വെച്ച് കൊടുക്കാം. 2 പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആക്കി കൊടുക്കാം. എന്നിട്ട് അടിച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ മൂടി വെക്കണം. ആവി പോവാതിരിക്കായിടുന്ന കണ്ടോ ഗൈസ്, എന്താ നോക്കൂ. ആ പുകൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ചിക്കൻമക്കും റൈസുമൊക്കെ പിടിച്ചോട്ടെ. മന്തി സെറ്റായിട്ടുണ്ട്. മന്തി സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ച് മയോണീസും കൂടിയിട്ട് കഴിക്കാം. പീസ് ചിക്കൻ ഇങ്ങനെ എടുത്ത് മയോണീസിൽ ഇങ്ങനെ കുത്തി ചോർക്ക് അങ്ങോട്ട് വെച്ച് ഇങ്ങനെ എടുക്കാം.
ആഹാ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.